സൂറത്തു ദാരിയാത്തിൽ വേഴ്സ് നമ്പർ 47, വസ്സമാഅ ബനൈനാഹ ബിഐദിൻ വ ഇന്നാ ലമൂസിഊൻ. ശക്തി കൊണ്ട് ആകാശങ്ങളെ നാം സൃഷ്ടിച്ചു, വ ഇന്നാ ലമൂസിഊൻ, തീർച്ചയായിട്ടും നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യണം. ഇതൊരു ഓൺഗോയിങ് ആക്ഷനിലാണ് പറയുന്നത്, നാം അതിനെ വികസിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത്. ഖുർആനിൻ്റെ ചില സ്റ്റേറ്റ്മെൻ്റ് ഇടുന്ന സ്റ്റൈലുകൾ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. ഇനി നമുക്ക് സയൻസിലേക്ക് വരാം. 1929 എഡ്വിൻ ഹബിൾ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ആസ്ട്രോണമർ, അയാളുടെ ഗവേഷണത്തിൽ ഇന്നത്തെ മോഡേൺ കോസ്മോളജി കൺഫേം ചെയ്യുന്ന സ്ട്രോങ്ങസ്റ്റ് സയൻറ്റിഫിക് ഡിസ്കവറി ആയിട്ടുള്ള ദ യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ് എന്നുള്ള സാധനം, ഈ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അയാൾ തെളിയിച്ചു. തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ ഖുർആൻ റിവീൽ ചെയ്തിട്ടുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റും ഇന്നത്തെ മോഡേൺ കോസ്മോളജിയുടെ ഡിസ്കവറിയുമായിട്ട് എക്സാക്ട്ലി മാച്ചിങ് ആണ്. അപ്പോൾ ഇതൊരിക്കലും മുഹമ്മദ് എന്ന പേരുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ ഹ്യൂമൻ ഗസ് അല്ല, ഇറ്റ്സ് എ ഡിവൈൻ കൺഫർമേഷൻ. മാത്രമല്ല ഖുർആൻ ഒരിക്കലും ഊഹങ്ങളും സ്പെക്കുലേഷൻസ് ഒന്നും പറയുന്നുമില്ല, പ്രൊമോട്ട് ചെയ്യുന്നുമില്ല. കൺഫർമേഷൻ മെസ്സേജുകൾ മാത്രമാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ പിന്നിൽ ബിഹൈൻഡ് ദ സീൻസ് ദർ ഇസ് എ പവർ എന്നുള്ളൊരു സാധനം കിട്ടും. ആ ശക്തിയെ നമ്മൾ ഇഷ്ടത്തോടെ ആദരവോടെ പേരിട്ട് വിളിക്കുന്നതാണ് അള്ളാഹ് എന്നുള്ളത്. അപ്പം അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈ പുതിയ കാലത്ത് നമുക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയിട്ടുള്ള അള്ളാഹുവിൻ്റെ ഓർമ്മകളൊക്കെ പതുക്കെ ഇല്ലാണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മുടെ കൽബെന്ന്. അപ്പം അതിനെ നമ്മൾ പുതിയ ചിന്തകളെ കൊണ്ട് പോളിഷ് ചെയ്യുക, പുതിയ ചിന്തകളെ കൊണ്ട് ഡിഫെൻഡ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്.